ഈ പൊള്ളുന്ന ചൂടിൽ ഉള്ളം തണുപ്പിക്കാനായിട്ട് നമുക്ക് പാലൈസ് കഴിച്ചാലോ, അതും വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ച്. അപ്പോൾ നമ്മുടെ പാല് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുറച്ച് പാൽപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ച് കൊടുക്കാം ഒരു കട്ടിക്ക് വേണ്ടി. എന്നിട്ട് വാനില എസൻസ് ആണ് ഞാനിവിടെ ഒഴിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് വാട്ടയാണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് കാലിയായപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലോട്ട് ഈ കുറേശ്ശായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബദാം ചതച്ചൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ഐസ് തിന്നുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അത് ഞാൻ 4 ആക്കിയിട്ട് ഇതിലോട്ട് കുത്തി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ രാത്രിയിലാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയിട്ട് എടുക്കാവുള്ളൂ. അപ്പം നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പം നോക്കിയാൽ നമ്മുടെ പാലൈസ് ഇവിടെ സെറ്റ് ആയിരിക്കുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, ഓരോന്നായിട്ട് ഇളക്കിയിട്ടങ്ങ് തിന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ച് നമുക്കൊന്ന് ഐസൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐസാണ്. ഈ ചൂടത്ത് നല്ലതല്ലേ, ഈ ചൂടത്ത് തണുത്തത് കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും കാണത്തില്ല അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ.